പാലക്കാട് കഞ്ചിക്കോട് ലോണ ഭീഷണി മൂലം യുവാവ് ജീവനൊടുക്കിയതായി ആരോപണം. പരാതി മേനോൻപാറ സ്വദേശി അജീഷാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. മോർഫ് ചെയ്തുണ്ടാക്കിയ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ടവരെ കാണിക്കുമെന്ന ഭീഷണിയും അതോടൊപ്പം തന്നെ തൊഴിലിടത്തിലടക്കം എത്തി വിരട്ടുമെന്നുമായിരുന്നു ഈ പറയുന്ന ലോൺ ആപ്പിന്റെ ഭീഷണി. സംഭവത്തിൽ പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന സംഭവ സ്ഥലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൈബർ ലോകത്ത് നടക്കുന്ന തട്ടിപ്പുകളുടെയും ക്രൈമുകളുടെയും ഒക്കെ വാർത്ത നിരന്തരം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് ഈ പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിയായ അജീഷിന്റെ മരണവാർത്ത എത്തുന്നത്. അജീഷ് ജീവൻ ഒടുക്കിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. പിന്നാലെയാണ് കുടുംബം ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. അതായത് അജീഷ് ഒരു ലോൺ ആപ്പിൽ നിന്നും 6000 രൂപ ലോൺ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് വൈകിയതോടുകൂടി വലിയ രീതിയിലുള്ള ഭീഷണി അജീഷിന് നേരെ ഉണ്ടായിരുന്നു. ഈ മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം പ്രചരിപ്പിക്കുമെന്ന് ഈ അജീഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അജീഷിന്റെ കുടുംബമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, എന്താ ഉണ്ടായത്? ഈ ക്രെഡിറ്റ് ലോൺ ആപ്പ് വഴി ലോൺ എടുത്ത് അത് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടച്ച് കൂടുതലായിട്ട് എമൗണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതായത് ലോൺ എടുത്തതിനേക്കാൾ ഇരട്ടി തുക ചോദിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ചിത്രം മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുത്ത് ഇത് അവൻ വീട്ടുകാർക്കും മറ്റേ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കും ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തിയത് കാരണമാണ് മരിക്കാനുള്ള കാരണം. എപ്പോഴെങ്കിലും അജീഷ് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് അങ്ങനെ? അല്ല, അത് ഇപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച കൊണ്ടാണ് ഇത് അറിയണത്. അപ്പോൾ നമുക്കിത് അടയ്ക്കാൻ നോക്കുമ്പോൾ നമുക്കിതിൽ അടയ്ക്കാൻ പറ്റണമില്ല. അവരുടെ ഫേക്ക് ഐഡികളാണ് അവരിത് അടയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് അടയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവരൊരു സമയം തരും. ഈ സമയത്ത് അവർ OTP അയച്ചു തരും. ഈ OTP വന്നാൽ മാത്രമേ നമുക്ക് ഈ ലോണ് അടയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിച്ച ആ ലോൺ അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫേക്ക് ലോണാണത്. ഇതിപ്പോൾ മാനസികമായിട്ട് അവർ ഭയങ്കരമായി തളർത്തി. അതുകൊണ്ടാണ് ഈ മരിക്കാനുള്ള കാരണം. മരിച്ചതിന് ശേഷമാണോ നിങ്ങൾ അറിയുന്നത്? മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ലോണിൻ്റെ കാര്യവും ഈ ഭീഷണിയും ഒക്കെ അറിയണത്. നമ്മളപ്പോൾ തന്നെ ഇത് പോലീസിൽ ഈ മൊബൈലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഭീഷണി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ കേസെടുത്തിട്ടില്ല, അന്വേഷിക്കാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും മുമ്പ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണോ? അല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അവനൊന്നുമില്ല. ലോണോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളാണ് ആൾ. ഇതിപ്പോൾ അവന് എഴുതാനോ വായിക്കാനോ വലിയ ഇതൊന്നും അറിയില്ല. ആര് കയറ്റി കൊടുത്തത് എന്താ സംഭവിച്ചതെന്നൊന്നും ഒരു പിടുത്തവുമില്ല. ആളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അവിടെ നിന്ന് എന്താ മറ്റേ ലോണ് കയറ്റി കൊടുത്തൊന്നും അറിയില്ല. ഈ ആപ്പ് കയറ്റി കൊടുത്ത് അവന് സ്വന്തമായിട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെ ആപ്പ് ആരും കയറ്റി കൊടുത്ത് അതിന് ആകെ ചെറിയ എമൗണ്ടാണ്. 2000 3000 പറഞ്ഞിട്ടുള്ള എമൗണ്ടുകളാണ് എടുത്തിരിക്കുന്നത്. വലിയ എമൗണ്ടൊന്നും ഇല്ല, ചെറിയ എമൗണ്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭീഷണി ഭയങ്കര ഭീഷണിയായിരുന്നു. ചിത്രം മോർഫ് ചെയ്തിട്ടുള്ള ഭീഷണിയൊക്കെയാണ്. എന്തായാലും അജീഷ് ഈ ഇത്തരത്തിൽ ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് അതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.